ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ പവിത്രം സീരിയലിൻ്റെ 20ാമത്തെ എപ്പിസോഡിൻ്റെ കഥയാണ് കേട്ടോ ഞാനിന്ന് പറയാൻ പോകുന്നത്. മാഷി ഇങ്ങനെ ടി വിയിൽ ന്യൂസ് കാണുമായിരിക്കും. അപ്പോഴാണ് വിക്രത്തിൻ്റെ വാർത്ത ന്യൂസിൽ വരുന്നത് കണ്ടത്. വിക്രം ജയിലിൽ നിന്ന് ഇറങ്ങിയതിനെ പറ്റിയും കേസിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ന്യൂസിൽ കാണുമ്പോൾ മാഷിന് ചെറിയൊരു ആശ്വാസമൊക്കെ തോന്നുകയാണ്. കാരണം വിക്രം ഇന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാണ്. വിക്രത്തിൻ്റെ ശിക്ഷയൊക്കെ കഴിഞ്ഞ് അങ്ങനെ വിക്രം കുറ്റവാളിയല്ല എന്ന് തിരിച്ചറിഞ്ഞതോടു കൂടി തന്നെ വിക്രത്തിനെ വെറുതെ വിടാണ് കോടതി. വിക്രം വരുന്നതും കാത്ത് വിശ്വേട്ടൻ അവിടെ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു, വിക്രത്തിനെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ വിക്രം വിശ്വേട്ടനെ കണ്ടതും പെട്ടെന്ന് ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമാവാണ്. കാരണം വിക്രത്തിൻ്റെ ശിക്ഷയൊക്കെ കഴിഞ്ഞ് അവൻ പുറത്തിറങ്ങല്ലേ, ആ ഒരു സന്തോഷം രണ്ടുപേരുടെ മുഖത്തും കാണാനുണ്ട്. അങ്ങനെ വാടാ നമുക്ക് പോവാമെന്ന് പറഞ്ഞ് പുറത്ത് വരുമ്പോൾ വിശ്വേട്ടൻ വണ്ടിയൊക്കെ വാങ്ങിയല്ലോ. അപ്പോൾ വിശ്വേട്ടൻ പറയും, അത് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്, വാ നമുക്ക് പോവാമെന്ന് പറഞ്ഞ് രണ്ടുപേരും വണ്ടിയിൽ കയറാൻ നിൽക്കുന്ന സമയത്താണ് ശ്രീകാന്തും ദർശനും അവിടേക്ക് വരുന്നത്. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ ശ്രീകാന്ത് നേരെ വിക്രത്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞങ്ങൾ കൃത്യസമയത്ത് തന്നെയാണല്ലോ എത്തിയത്, കുറച്ച് വൈകിയിരുന്നെങ്കിൽ സാറ് തറവാട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കാണാൻ പറ്റാതെ പോയേനെ എന്ന് പറഞ്ഞിട്ട് വിക്രത്തിനെ ഒന്ന് കളിയാക്കുകയാണ്. നീയൊന്ന് പുറത്തിറങ്ങി കിട്ടാൻ നിൻ്റെ തന്തയേക്കാളും ആഗ്രഹമായിരുന്നു ഞങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് ദർശനും ശ്രീകാന്തിൻ്റെ കൂടെ കൂടുകയാണ്. എന്തായാലും നീ ജയിലിൽ നിന്ന് ഒന്ന് മിനുങ്ങിയിട്ടുണ്ട്, നല്ല ഭക്ഷണവും നല്ല താമസവും കൂടാത്തതിന് ഇഷ്ടം പോലെ ശമ്പളവും. എന്തായാലും നിൻ്റെ താമസവും ശമ്പളവും എല്ലാം കൂടെ കൂട്ടിയാൽ ഒരു അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറേക്കാളും ശമ്പളം നീ വാങ്ങിക്കുന്നുണ്ടായിരിക്കും. ഏതായാലും ഇനി നീ അകത്ത് കിടന്ന് സൂഹിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇത്രയും കാലം ജയിൽ ജീവിതം നിനക്കൊരു സുഖവാസ കേന്ദ്രമായിരുന്നു, പക്ഷേ ഇനി പുറത്ത് നീ അത് പ്രതീക്ഷിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും ഇങ്ങനെ തലങ്ങും വിലങ്ങും വിക്രത്തിൻ്റെ നിന്ന് പറയാണ്. അതൊക്കെ കേട്ടിട്ട് വിക്രം ശ്രീകാന്തിൻ്റെ അടുത്ത് പറയാണ്, നീ എന്നോടും വേദയോടും ചെയ്തത് എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. കഴിഞ്ഞ 5 കൊല്ലമായിട്ട് ഇവനെ ഒരു പാവയെപ്പോലെ കെട്ടി നീ കൂടെ കൊണ്ടുപോകുന്നതും എന്തിനാണെന്ന് എനിക്കറിയാം. തൽക്കാലം നീയുമായിട്ടൊരു തർക്കത്തിന് ഞാനില്ല, എനിക്ക് എൻ്റെ അച്ഛനെ ഉടനെ കാണണം എന്ന് പറയുമ്പം ദർശൻ പറയുന്നുണ്ട്, അതുപോലെ ഒരു അച്ഛനെ തന്നെയാടാ നീയും ഇല്ലാതാക്കിയത്. ഇപ്പോഴും നീ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നതെങ്കിൽ നിൻ്റെ തലയ്ക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. നീ എന്താ ഇങ്ങനെയെന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എന്നോടും വേദയോട് ഇടപെട്ടിരുന്ന നീയാണോ ഇപ്പം ഇങ്ങനെ ഉള്ളത് എന്നെനിക്ക് എപ്പോഴും സംശയം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പം ആ സംശയം മാറിക്കിട്ടി. എന്നാൽ അന്നത്തെ നീ ഒരു വ്യാജനായിരുന്നു, ആർക്കും തിരിച്ചറിയാനാകാത്ത ഏതോ ഗൂഢലക്ഷ്യവുമായിട്ട് ഉള്ളിൽ ഒളിപ്പിച്ച് നടക്കുന്ന ഒരു വ്യാജൻ. അന്നേരം ദർശൻ പറയാണ്, അതേടാ എനിക്കുണ്ടായിരുന്നു ചില ഗൂഢലക്ഷ്യങ്ങൾ, അത് നിറവേറ്റാൻ നിൽക്കുന്ന സമയത്താണ് അവളോടുള്ള നിൻ്റെ പ്രേമവും ഒളിച്ചോട്ടവും ഈ കൊലപാതകവും എല്ലാം. അതോടെ ഈ മറ നീക്കി പുറത്തു വരാമെന്ന് ഞാനങ്ങ് കരുതി. നോക്കിക്കോ, ഇനിയാണ് നീ യഥാർത്ഥ ദർശൻ എന്തായിരുന്നു, എന്തൊക്കെയാണ് എനിക്ക് ചെയ്യാൻ പറ്റുമെന്നൊക്കെ നീ കാണാൻ പോകുന്നത്. അന്നേരം വിക്രം പറയാണ്, ശരി, എന്തായാലും നീ കണ്ടെത്തിയ കൂട്ടുകൊള്ളാം, മുട്ടാളിന് ചേർന്ന മൂർക്കം പാമ്പ്. ശരി വിശ്വട്ടാ, നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവരുടെ മുന്നിൽ നിന്ന് വണ്ടി എടുത്തിട്ട് രണ്ടുപേരും പോവുകയാണ്. പിന്നീട് അവർ നേരെ വിശ്വം താമസിക്കുന്ന വാടക വീട്ടിലാണ് വരുന്നത്. അങ്ങനെ വിശ്വം പറയും, വടാ ഇറങ്ങുമെന്ന് പറഞ്ഞ് വിക്രം ഇറങ്ങി മുറ്റത്തേക്കൊക്കെ ഇങ്ങനെ ചുറ്റിലും നോക്കുകയാണ്. വീടൊക്കെ ഒന്ന് ചുറ്റി കാണുകയാണ് വിക്രം. ഇത് വാടകയ്ക്കാണ്, പുറത്തുള്ള മുറി പിന്നെ ഓണർ സാധനങ്ങളൊക്കെ വെച്ച് പൂട്ടിയിരിക്കുക, ബാക്കിയെല്ലാം നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ വീടിൻ്റെ ജപ്തി നടക്കുന്ന അന്ന് ഞാൻ രാവിലെ കുറേ ഓടിയതാ, പക്ഷേ ഒന്നും നടന്നില്ല. അപ്പോൾ വിനയേട്ടൻ എന്ന് ചോദിക്കുമ്പോൾ പറയും, എല്ലാം കൈവിട്ട് പോകും എന്നറിഞ്ഞപ്പോൾ അവൻ ഒരാഴ്ച മുന്നേ സ്ഥലം വിട്ടു. പിന്നെ ടൗണിൽ ഒരു 5-6 സെൻറ്റ് സ്ഥലം അവൻ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ വീട് പണി നടക്കുന്നുണ്ടെന്ന് കേട്ടു. പക്ഷേ ഇപ്പോഴും അവർ വാടകയ്ക്കാണ് താമസം. അപ്പോൾ അച്ഛനെ കാണാൻ വരാറില്ലേ എന്ന് ചോദിക്കുമ്പോൾ പറയും, വല്ലപ്പോഴും വരും. പിന്നെ നന്ദിനിയുടെ സ്വഭാവം നിനക്കറിയല്ലോ, വരുന്ന സമയത്തൊക്കെ അച്ഛനെ കുത്തി നോവിക്കാനുള്ള എന്തെങ്കിലും കാര്യമായിട്ടായിരിക്കും അവർ വരിക. അതുകൊണ്ട് ഒരു ദിവസം ഞാൻ പറഞ്ഞു, നീ വരികയാണെങ്കിൽ ഒറ്റയ്ക്ക് വന്നാൽ മതിയെന്ന്. അതിനുശേഷം ഇപ്പോൾ വരവും കുറവാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ശ്രീജ അകത്തുനിന്ന് ഭയങ്കര സന്തോഷത്തിലായിരിക്കും വരിക. കാരണം വിക്രം ശിക്ഷയൊക്കെ കഴിഞ്ഞ് വരികയല്ലേ. അപ്പം ശ്രീജയ്ക്കാണെങ്കിലോ വിക്രത്തിനെ അത്രയും ഇഷ്ടമാണല്ലോ. അങ്ങനെ ശ്രീജ പറയും, എന്താ രണ്ടുപേരും പുറത്ത് നിൽക്കുന്നത്, വാ അകത്തേക്ക് വാ വിക്രം എന്ന് പറഞ്ഞ് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ്. വിക്രം ശ്രീജയെ കണ്ടിട്ട് പറയും, ഏടത്തി ആകെ ക്ഷീണിച്ചു പോയല്ലോ. അന്നേരം വിശ്വം പറയുന്നുണ്ട്, ഇപ്പം ബേക്കറിയുടെ കാര്യങ്ങളും എല്ലാം മില്ലിലെ കാര്യങ്ങളും ഒക്കെ നോക്കി നടത്തുന്നത് അവളാണ്. ഞാൻ വണ്ടിയായിട്ട് ഇറങ്ങിയാൽ പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അവളാണ്, അതുകൊണ്ടാണ്.
അങ്ങനെ അകത്ത് അച്ഛനെ കാണാൻ വരുമ്പോൾ അച്ഛൻ കിടക്കുന്നുണ്ടായിരിക്കും. അടുത്തൊരു വാക്കറൊക്കെ കാണുമ്പം വിക്രം ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുമ്പോൾ വിശ്വം പറയുന്നുണ്ട്, എടാ കഴിഞ്ഞ ആഴ്ച അച്ഛൻ ബാത്റൂമിലൊന്ന് വീണു, നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് വാങ്ങിയതാ, നീ വിഷമിക്കാനൊന്നും വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, ചെറിയൊരു പ്രശ്നമേ ഉള്ളൂ. അങ്ങനെ വിക്രം വേഗം ചെന്ന് മാഷെ കൈ പിടിക്ക് അച്ഛാന്ന് പറഞ്ഞ് കൈ പിടിക്കുമ്പോൾ മാഷ് നല്ല ഉറക്കത്തിലായിരിക്കും. അങ്ങനെ മാഷ് പെട്ടെന്ന് വിക്രത്തിനെ കണ്ട സന്തോഷത്തിൽ പെട്ടെന്ന് എണീക്കുകയാണ് മാഷ്. അങ്ങനെ വിക്രം അച്ഛനെ എണീപ്പിച്ചൊക്കെ ഇരുത്തും. ആ സമയത്ത് ശ്രീജ പറയുന്നുണ്ട്, നിങ്ങൾ വരുന്നത് നോക്കി കുറേ സമയം അച്ഛൻ കാത്തിരുന്നു, പിന്നെ ഗുളിക കഴിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞു ഉറങ്ങിക്കോളാം, നല്ല ക്ഷീണമുണ്ട് അച്ഛന്, അങ്ങനെ ഉറങ്ങിയതാണ്. നീ പുറത്തിറങ്ങുമ്പോൾ ഗേറ്റിന് പുറത്ത് കാത്തു നിൽക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ പറ്റിയില്ല. എന്നിട്ട് വിക്രത്തിനോട് ചോദിക്കുന്നുണ്ട്, എവിടെ നിൻ്റെ സർട്ടിഫിക്കറ്റ് കാണട്ടെ. അങ്ങനെ വിക്രം കൊണ്ടുവന്ന കവറിൽ നിന്ന് സർട്ടിഫിക്കറ്റൊക്കെ എടുത്ത് മാഷിന് കാണിച്ചു കൊടുക്കുകയാണ്. മാഷിനപ്പോൾ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് കമലാമ്മയുടെ ഫോട്ടോയിൽ നോക്കിയിട്ട് മാഷ് പറയുന്നുണ്ട്, ഇത് അവളുടെ മുന്നിൽ വെക്ക്, അവൾ കൺകുളിർക്ക് കാണട്ടെ. ഒരിക്കൽ നീ പഠനം നിർത്തിയെന്നറിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിച്ചത് അവളായിരുന്നു. അങ്ങനെ വിക്രം നേരെ ആ സർട്ടിഫിക്കറ്റ് അമ്മയുടെ ഫോട്ടോയുടെ മുന്നിൽ കൊണ്ടുവച്ചിട്ട് വിക്രം മനസ്സുരുകി പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നീട് അവരെല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ്. അപ്പം വിക്രം ചോദിക്കുന്നുണ്ട്, ശ്രീജടുത്ത് ഇരുന്നോ എന്ന് പറയുമ്പോൾ ഞാൻ പിന്നെ കഴിച്ചോളാം. അപ്പം മാഷ് പറയുന്നുണ്ട്, ഇരിക്കും മോളെ, അവന് ഗസ്റ്റൊന്നും അല്ലല്ലോ, അവൻ കഴിച്ചോളും. അങ്ങനെ വിക്രം ചോദിക്കുന്നുണ്ട്, അപ്പോൾ മോൾ എവിടെ? അവൾ എൻട്രൻസ് കോച്ചിങ്ങിന് പോയി, ക്ലാസ്സൊക്കെ കഴിഞ്ഞ് രാത്രിയാവും വരാൻ. അവൾ എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ എത്തിയോ എന്ന് ചോദിക്കുമ്പം വിശ്വം പറയുന്നുണ്ട്, നന്നായിട്ട് പഠിക്കും, അതാണ് ഒരു ആശ്വാസം. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കടം വാങ്ങിയിട്ടാണെങ്കിലും ശരി, അവളെ നന്നായിട്ട് പഠിപ്പിക്കണം എന്ന് പറയുമ്പോൾ മാഷും പറയുന്നുണ്ട്, അവർ ഇപ്പം നല്ലപോലെ കഷ്ടപ്പെടുന്നുണ്ട് രണ്ടുപേരും. എന്തായാലും തൊഴിലാളികളുടെ ശമ്പളമൊക്കെ കഴിച്ചിട്ട് പിന്നെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ഇവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറയുമ്പോൾ ശ്രീജ പറയുന്നുണ്ട്, അതൊക്കെ അങ്ങനെ നടന്നോളൂ വെച്ചാൽ, എന്തായാലും ഇത്ര വരെ എത്തിയില്ലേ. അപ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, ശ്രീജ എന്നും ഈ സമയത്ത് ഇവിടെ ഉണ്ടാവാറില്ല, മില്ലിലായിരിക്കും. നീ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും ലീവാക്കിയതാണ്. അങ്ങനെ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ വിക്രം എന്തൊക്കെയോ ആലോചിച്ചിരിക്കുന്നത് കാണുമ്പോൾ ശ്രീജ ചോദിക്കും, എന്തു പറ്റി? ഒന്നുമില്ല, ഞാൻ പഴയത് എന്തൊക്കെയോ ഓർത്തുപോയി. കഴിഞ്ഞ 5 വർഷമായിട്ട് അമ്മയുടെ ഓർമ്മകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അമ്മ ഉണ്ടാക്കുന്ന അതേ രുചിയുള്ള ഭക്ഷണം കഴിച്ചപ്പോൾ എന്തൊക്കെയോ മനസ്സിലേക്ക് കടന്നു വന്നു. അന്നേരം വിശ്വവും പറയുന്നുണ്ട്, അച്ഛനും എപ്പോഴും ഇതന്നെ പറയൽ, അമ്മയുടെ കൈപ്പുണ്യം മുഴുവൻ കിട്ടിയത് ശ്രീജയ്ക്കാണെന്ന്. അങ്ങനെയൊന്നുമില്ല, ഞാൻ അമ്മ പറഞ്ഞു തന്ന എന്തൊക്കെയോ ഉണ്ടാക്കുന്നു, അമ്മയുടെ അത്രയ്ക്കൊന്നും വരില്ല. അങ്ങനെ വിക്രത്തിൻ്റെ സങ്കടം കാണുമ്പോൾ മാഷ് പറയും, നീ ഇങ്ങോട്ട് അടുത്തേക്ക് ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് വിക്രത്തിനെ അടുത്ത കസേരയിലേക്ക് ഇരുത്തി മാഷ് ഇങ്ങനെ ഭക്ഷണം വാരി കൊടുക്കുകയാണ് വിക്രത്തിന്. മാഷ് അങ്ങനെ ചെയ്തത് കാണുമ്പം വിക്രത്തിന് ഒരുപാട് സന്തോഷമാണ്. കാരണം അച്ഛൻ്റെ അടുത്തുനിന്ന് അങ്ങനെ ഒരു സ്നേഹമൊക്കെ വിക്രം പണ്ട് ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണല്ലോ. വിശ്വത്തിനും ശ്രീജയ്ക്കൊക്കെ അത് കാണുമ്പോൾ സന്തോഷം വരികയാണ്. എന്നിട്ട് മാഷ് പറയുന്നുണ്ട്, അമ്മയെ നമുക്കിവിടെ ഒന്നും കാണാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ, അവളെ ഇതൊക്കെ കാണുന്നുണ്ടായിരിക്കും. ജീവിച്ചിരിക്കുമ്പോഴോ എനിക്ക് ഈ സന്തോഷങ്ങളൊന്നും കൊടുക്കാൻ പറ്റിയില്ല, ഇപ്പോഴെങ്കിലും കൺകുളിർക്ക് അവളിതൊക്കെ ഒന്ന് കാണട്ടെ. പിന്നീട് കാണിക്കുന്നത് ആ ദേവരാജന് വേദയും തരുണും ഇവരെല്ലാവരെയും വിളിച്ച് ഒരു ഒത്തുതീർപ്പിന് ശ്രമിക്കുന്ന രംഗങ്ങളാണ്. അങ്ങനെ ആ സാറ് വേദയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, വാട്ട് യു സേ വേദ? അന്നേരം വേദ പറയുന്നുണ്ട്, ഞാൻ എന്ത് പറയാനാ സർ, പിടിച്ചെടുത്ത സാധനങ്ങൾ ഒരൊറ്റ ദിവസത്തിന് ഉള്ളിൽ പഞ്ചസാരകളായി മാറുന്ന ജാലവിദ്യയുള്ള ഈ നാട്ടിൽ ഞാൻ എന്ത് പറയാനാണ്? അന്നേരം ദേവരാജൻ്റെ കൂടെയുള്ള ആ നേതാവ് പറയുന്നുണ്ട്, സർ, ദേവരാജൻ സാറിന് ഷുഗർ ഫാക്ടറിയും ഈ ഫാക്ടറികളെല്ലാം ഉള്ള കാര്യം എല്ലാവർക്കും தெரியும். അവരുടെ ഗോഡൗണിൽ പോയി റെയ്ഡ് ചെയ്താൽ പഞ്ചസാര അല്ലാതെ പിന്നെ എന്താണ് കിട്ടുക എന്നൊക്കെ അയാൾ പരിഹസിച്ച് ചോദിക്കുകയാണ്. അന്നേരം വേദ പറയുന്നുണ്ട്, നാർക്കോട്ടിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പരിശോധിക്കുമ്പോൾ ഹെറോയിൽ പഞ്ചസാരയായി മാറിയ രാസപ്രവർത്തനം എനിക്ക് മനസ്സിലായി. പക്ഷേ പോലീസ് പരിശോധിച്ച തെളിവുകൾ ഇപ്പോഴും എൻ്റെ കൈവശമുണ്ട്. അപ്പോൾ ആ സാറ് പറയുന്നുണ്ട്, ഇതിപ്പോൾ മീഡിയക്കാരൊന്നും അറിഞ്ഞിട്ടില്ല, വേദയ്ക്ക് ഇപ്പോൾ വേണമെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാം. അത് സാരമില്ല സർ, എൻ്റെ കയ്യിലുള്ള തെളിവുകൾ ഞാൻ മീഡിയക്കാർക്ക് കൈമാറിക്കോളാം, പിന്നീട് അവർ പുറത്തു വിട്ടോളും. വീണ്ടും ആ സാറ് പറയുന്നുണ്ട്, സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കണം, നീ എടുത്തു ചാടരുത് എന്നൊക്കെ പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, എനിക്ക് ഈ സാറിൻ്റെ ന്യായങ്ങളൊന്നും മനസ്സിലാവില്ല, എനിക്കെന്തായാലും ഇതിനൊന്നും സമയമില്ല സർ, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് വേദ അവിടുന്ന് എണീറ്റ് പോവുകയാണ്. അങ്ങനെ ആ സാറ് തരുണിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ചെറുപ്പത്തിൻ്റെ എടുത്തുചാട്ടാണ്, താനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കേ.
അപ്പം തരുൺ പറയുന്നുണ്ട്, വേദയെ ഞാൻ പറഞ്ഞാലൊന്നും വേദ കേൾക്കില്ല. പിന്നെ ഹിന്ദിയിൽ എന്തൊക്കെയോ ചൊല്ലുകളൊക്കെ പറഞ്ഞിട്ട് തരുണും അവിടെ നിന്ന് ഇഷ്ടപ്പെടാത്ത രീതിയിൽ എണീറ്റ് പോവാണ്. അങ്ങനെ വേദ നേരെ പോകുന്നത് വീട്ടിലേക്കാണ്. മോളാണെങ്കിൽ വേദയെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അമ്മയെന്നും പറഞ്ഞ് ഓടി വന്ന് വേദയെ കെട്ടിപ്പിടിക്കുമ്പോൾ വേദ പറയുന്നുണ്ട്, മോൾക്ക് എന്തോ അമ്മയോട് പറയാനുണ്ടല്ലോ. ആ ഉണ്ട്, ഞാൻ അമ്മയെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ഞാനില്ലേ അമ്മ പറഞ്ഞ സ്റ്റോറി അവതരിപ്പിച്ചു. എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്. ആദ്യം നീന ഫിലിപ്പ് ഒരു പൊട്ട കഥ പറഞ്ഞു, ആമയുടെയും മുയലിൻ്റെയും കഥ. പിന്നീട് എൻ്റെ കഥ പറഞ്ഞതാണ് എല്ലാവർക്കും ഇഷ്ടമായത്. പിന്നെ ഗൗരിമോൾ പറഞ്ഞ കഥയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. നീനാക്കുറുപ്പ് പറഞ്ഞ കഥ ആർക്കും ഇഷ്ടപ്പെട്ടില്ല. മോൾക്ക് അവളോടൊരു ചെറിയ കുശുമ്പുണ്ടല്ലോ. അത് അവൾ എന്നെ എപ്പോഴും കളിയാക്കുന്നത് കൊണ്ടല്ലേ. കുട്ടികളാവുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ ഇങ്ങനെ കുശുമ്പൊന്നും കാണിക്കരുതേ. നമ്മൾ ആരോടെങ്കിലും ദേഷ്യം വെച്ച് പെരുമാറിയാൽ എന്താ സംഭവിക്കാമെന്നറിയോ? നമ്മുടെ മനസ്സും ചീത്തയാവും. പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചീത്തയാവും. അങ്ങനെയൊക്കെ പറയുമ്പോൾ മോൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് പറയും, ഞാനിനി ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല അമ്മേ എന്ന് പറയുന്ന സമയത്തായിരിക്കും തരുണ് വരുന്ന സൗണ്ട് കേൾക്കുന്നത്. അച്ഛൻ വന്നേ എന്ന് പറഞ്ഞാൽ അവൾ അവിടെ നിന്ന് ഓടും. അങ്ങനെ വേദ എന്തോ ആലോചിച്ചിരിക്കുന്ന ആ ഒരു സീനോട് കൂടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.